ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും വേദനകളും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. ഇത് പ്യൂറിൻ എന്ന രാസവസ്തു ബ്ലഡിൽ മിക്സായി അത് കിഡ്നിയിലൂടെ പ്രോപ്പറായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പം യൂറിക് ആസിഡ് കൂടും. അതാണ് ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇത് ചിലപ്പോൾ ബ്ലഡിലോ ജോയിൻസിലോ വന്നിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ആവും. അതിനെയാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന പ്രധാന ലക്ഷണങ്ങളാണ് ജോയിൻസിലുണ്ടാകുന്ന വേദനകൾ, നീർക്കെട്ടുകൾ, പല ജോയിൻസിലും നീർക്കെട്ടുകൾ ഉണ്ടാകാനും റെഡ്നെസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് ഇതിലൂടെയാണ് കൂടുന്നത്. പ്രധാനമായും നമുക്കറിയാം മാംസങ്ങൾ, ചുവന്ന മാംസം, റെഡ് മീറ്റ് എന്നിവ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെയാണ് ഇലക്കറികൾ, ക്യാബേജ്, ചീര അല്ലെങ്കിൽ മഷ്റൂം അതിനൊരു കാരണമാണ്. ഇതുപോലെ മറ്റ് മത്സ്യങ്ങൾ, അയല, മത്തി എന്നിവ ധാരാളം ഉപയോഗിച്ചാലും യൂറിക് ആസിഡ് കൂടുന്നുണ്ട്. മറ്റ് ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ ലെവൽ കൂടുന്നത്, അല്ലെങ്കിൽ പ്രമേഹം, മദ്യപാനം എന്നിവയും യൂറിക് ആസിഡ് കൂടാനായ ഒരു കാരണമാകുന്നു. ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? അത് പ്രധാനമായും നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ചെറി, ബെറീസ് അല്ലെങ്കിൽ ക്യാരറ്റ് എന്നിവ ഉപയോഗിക്കുക. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ സി എന്നിവ നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിക്കാനായി സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ബെറീസിലും ചെറീസിലും മാലിക് ആസിഡ് ഉണ്ട്. ഇത് യൂറിക് ആസിഡിനെ ലയിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. മറ്റൊന്നാണ് ഡയറൂട്ടിക്സ് ആയിട്ടുള്ള സിലിയറി എന്ന് പറയുന്ന ഒരു ഇലവർഗ്ഗം. ഇത് യൂറിക് ആസിഡ് കുറയ്ക്കാനായി സഹായിക്കുന്നു. പിന്നെ ഗ്രീൻ ടീ, ഇതിലെ പോളിഫിനോൾസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് യൂറിക് ആസിഡിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നാരങ്ങ, ഇതിലെ സിട്രസ് ആസിഡും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം, ജലാംശം കൂടിയതായ വെള്ളരിക്ക, ഇത് ധാരാളം ഉപയോഗിക്കുന്നത് കാരണം യൂറിക് ആസിഡ് കുറയ്ക്കുകയും നമുക്ക് ഹൈപ്പർ യൂറിസീമിയ എന്നൊരു കണ്ടീഷൻ ഒഴിവാക്കുകയും ചെയ്യാം. താങ്ക് യു.